മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ഗോകുലുണ്ട്. ഗോകുൽ സുഖാണോ അവിടെ? സുഖാണ് ബ്രോ. എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ടൈറ്റ് ആയിട്ടുള്ള മത്സരമായിരുന്നു. ഒരുപാട് ചാൻസുകൾ സിറ്റിക്ക് കിട്ടി. നിങ്ങൾ ഡോമിനേറ്റ് ചെയ്തു. പൊസിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പെനാൽറ്റിയിലേക്ക് പോയപ്പോൾ 50-50 ആണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്താണ് മത്സരത്തിനെ പറ്റി പറയാനുള്ളത്? എസ്പെഷ്യലി നിങ്ങൾ ജയിക്കുമെന്ന് വിചാരിച്ച ഒരു മത്സരമായിരുന്നു. അതെ, വളരെ ഡിസപ്പോയിന്റഡ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഹോമിൽ ഇങ്ങനെ ഒരു തോക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. സോ നമ്മളതുപോലെ ഗെയിം ഡോമിനേറ്റ് ചെയ്ത രീതിയും പിന്നെ അവർക്ക് കിട്ടിയ ചാൻസസും അങ്ങനെയൊക്കെ നോക്കുമ്പം നമ്മൾക്ക് ആക്ച്വലി ഒരു വിന്ന് ആക്ച്വലി ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഇതായിരുന്നു. നമ്മൾ ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിരുന്നു റിസൾട്ടിൽ. സോ ഈവൻ തോ നമ്മൾ നോർമലി നമ്മൾ എനിക്ക് പേഴ്സണലി UCL നമ്മൾ സിറ്റി പുറത്താകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഉണ്ടായിരുന്ന ആ പെയിൻ ഇപ്പം ഉണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് ടൈം ട്രിബിൾ അടിച്ച് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അത്രയ്ക്ക് ആ ഒരു പെയിൻ ഉണ്ടായിരുന്നില്ല ഈ വട്ടം. സോ മേ ബി ബിക്കോസ് ആ ട്രിബിളിന്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടില്ല. സോ അതുകൊണ്ടായിരിക്കും. സോ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസപ്പോയിന്റഡ് ആണ്. പിന്നെ നമ്മൾ ഗെയിമിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫാക്ടേഴ്സ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ അക്കാൻജിയെ മിഡ്ഫീൽഡിൽ യൂസ് ചെയ്തത് വളരെ ഒരു തെറ്റായി തോന്നി. കാരണം അക്കാൻജി എപ്പോഴൊക്കെ മിഡ്ഫീൽഡ് യൂസ് ചെയ്യുന്ന അപ്പോഴൊന്നും നമുക്ക് നല്ല റിസൾട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് അക്കാൻജി പെർഫോമൻസ് നമ്മളുടെ ആ ഒരു വിചാരിച്ച ലെവലിൽ എത്തിയിട്ടില്ല. സോ സ്റ്റോൺസിന്റെ ഒരു ഇഞ്ചുറി കൺസേൺ ആണ് മെയിനായിട്ട് നമുക്കതൊരു ഹിറ്റായത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഡിബ്രൈനയ്ക്ക് നല്ലൊരു ചാൻസ് കിട്ടിയിരുന്നു ആ ഒരു ബോക്സിന്റെ ഉള്ളിൽ. സോ അത് മിസ്സാക്കി. സോ അങ്ങനത്തെ കുറച്ച് മിസ്ഡ് ചാൻസസ് ഉണ്ട്. സോ റയലിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം റയൽ എന്ന് പറഞ്ഞാൽ സോ അവര് ജയിക്കാൻ വേണ്ടിയിട്ട് സോ ദേ പ്ലേ ടു വിൻ അങ്ങനത്തെ രീതിയാണ്. സോ അവര് ബ്യൂട്ടി ഒന്നും നോക്കില്ല. സോ ദേ ജസ്റ്റ് നീഡ് ടു വിൻ ദ മാച്ച്. സോ അതുപോലെയാണ് റയലിന്റെ പെർഫോമൻസ്. അവർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു. നമ്മളെ പ്രത്യേകിച്ച് എത്തിഹാദിൽ അങ്ങനെ ആർക്കും അങ്ങനെ ഈസി ആയിട്ട് ഹോമിൽ പിടിച്ചു കെട്ടാൻ പറ്റില്ല. സോ ഈവൻത്തോ അവർ ചെറിയൊരു ഡിഫെൻസീവ് എററിന് നമുക്കൊരു ഗോൾ കിട്ടിയെങ്കിൽ മൊത്തത്തിൽ അവർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്താണ് കളിച്ചത്. പിന്നെ നമ്മൾ ലാസ്റ്റിലോട്ട് 90 മിനിറ്റ്സ് കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലോട്ട് വന്നപ്പം ഹാളണ്ടിനെയും ഡിബ്രൈനെയും വിളിച്ചു. സോ അത് ആ സമയത്ത് ഞാൻ എന്തിനാണ് ഇപ്പൊ രണ്ടുപേരും വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഹാളണ്ടിനെ കീപ്പ് ചെയ്യണം. മിക്കവാറും പെനാൾട്ടി ഷൂട്ടൗട്ടിൽ എത്തേണ്ട മാച്ചാണെന്ന് അപ്പൊ തന്നെ നമുക്ക് അറിയായിരുന്നു. സോ ഹാളണ്ടിനെ വലിച്ചത് അപ്പം അറിഞ്ഞിരുന്നില്ല. സോ പിന്നെ പെപ്പ് അത് പറഞ്ഞു അത് ദേ വാണ്ട് ടു ഗോ. സോ അതുകൊണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പെനാൾട്ടി ഷൂട്ടൗട്ട് എത്തി. പെനാൾട്ടിയിലാണെങ്കിൽ എനിക്ക് അതും പെനാൾട്ടി ടേക്കേഴ്സിന്റെ കാര്യം വളരെ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. കാര്യം നമ്മളുടെ കയ്യിൽ ആക്ച്വലി അൽവറസ് ഫോഡൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോഡ്രിയും എഡേഴ്സണും ഉണ്ടായിരുന്നു. ഈ നാലും അത്യാവശ്യം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഗോൾ പെനാൽറ്റി ടേക്കേഴ്സ് ആണ്. അതിന്റെ ഇടയിൽ സെക്കൻഡും തേർഡും ആയിട്ട് ബെർണാഡോനും കോവച്ചിനും ഒരു ചാൻസ് കൊടുത്തത് വളരെ ഡിസപ്പോയിന്റിങ് ആയിരുന്നു. സോ ആ ഒരു പെപ്പിന്റെ ആ ഒരു ഡിസിഷനെ എനിക്കത് അംഗീകരിക്കാൻ പറ്റിയില്ല. സോ ആ ഒരു അതിൽ മേ ബി അതിൽ ഈ 4 ടേക്കേഴ്സിന് പുറമെ ഒരു 5th ടേക്കറായിട്ട് either ബെർണാഡോ കോവച്ചിച്ച് വന്നിരുന്നെങ്കിൽ കൂടെ മേ ബി കുറച്ചും കൂടെ ഒരു നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റത്തെ പെനാൽറ്റി ഷൂട്ടൗട്ട് റയലിനെ സേവ് ചെയ്ത് നമുക്കൊരു ക്ലിയർ അഡ്വാൻറ്റേജ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. സോ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. സോ സെക്കൻഡും തേർഡും ആ ടൈമിൽ നമ്മൾ മേ ബി എഡേഴ്സൺ, റോഡ്രി ഓർ ഫോഡൻ ഈ ഒരു 3 പ്ലേയേഴ്സിന് നെക്സ്റ്റ് ഒരു 2 to 3 ടേക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ റയലിനെ നമുക്ക് പ്രഷർ ആക്കാനും പറ്റിയിരുന്നു. പ്രത്യേകിച്ച് ഹോം അഡ്വാൻറ്റേജ് നമുക്ക് ആ ഒരു കളി ജയിക്കാൻ പറ്റിയിരുന്നു. സോ ലാസ്റ്റ് വെച്ച് ഓവറോൾ നമ്മൾ ഒരു ഡിസപ്പോയിന്റഡ് ഗെയിമായി. അതെ, മറ്റേ ഈ പണ്ഡിറ്റ്സും ഫാൻസൊക്കെ പറയുന്നത് റയൽ ഭയങ്കര ലക്കിയാണെന്നാണ്. എസ്പെഷ്യലി 33 ഷോട്ട്സ് ഒക്കെയാണ് നിങ്ങൾ അടിച്ചത്. 12ാമത്തെ മിനിറ്റ് കഴിഞ്ഞിട്ട് റയലിന് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അവർ ഡിഫെൻഡൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലാസിക് ആയിട്ടുള്ള ഡിഫെൻഡിങ് തന്നെയായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ലെഗ് ഫാക്ടർ ഉണ്ടായിരുന്നോ ഈ ഒരു മത്സരത്തിൽ? ലക്ക് ഫാക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മളൊരു UCL നോക്കൗട്ട് ഗെയിംസിലൊക്കെ വരുമ്പോൾ ലക്ക് ഏതെങ്കിലും ഒരു ടീമിന്റെ കൂടെ ലക്ക് നിന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലോട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ ആയിട്ട് ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു അവരുടെ ഡിഫൻസ് പൊളിക്കാൻ പറ്റാത്ത ഒരു ഹോമിൽ അത് പിന്നെ ഒന്നാമത് നമുക്ക് വേറൊരു ഒരു നമ്മളുടെ ഒരു ടീമിനെ കുറിച്ച് പറയുമ്പം ലാസ്റ്റ് സീസൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ടീമിൽ ഒരു പെർഫെക്റ്റ് ലൈനപ്പ് ആയിട്ടില്ല. സോ ലാസ്റ്റ് സീസൺ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻസിൽ ആ 4 സെൻട്രൽ ബാക്സിന് ഡിഫൻസ്, പിന്നെ റോഡ്രി, ഗുണ്ടോഗൻ, ഡിബ്രൈൻ മിഡ്ഫീൽഡ്, ബെർണാഡോ, ഹോളണ്ട് ആൻഡ് ഗ്രീലിഷിന്റെ ഫ്രണ്ട് 3. സോ നമുക്ക് ഈ ഒരു ലൈനപ്പ് സെറ്റ് ആയിരുന്നു. സോ എല്ലാ UCL നോക്കൗട്ട്സിനും ഈ ഒരു ലൈനപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. സോ അതൊക്കെ കംപ്ലീറ്റ്ലി അത് എല്ലാ ഗെയിംസും അത് പെർഫെക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റി. പക്ഷെ നമുക്ക് ഈ ഒരു സീസണിലോട്ട്
വന്നപ്പം നമുക്ക് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഫോർഡൻ മിഡ്ഫീൽഡിലായിരുന്നു ഈ സീസൺ മൊത്തം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഡിബ്രൈൻ ഫോർഡൻ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യുമ്പം പെപ്പിന് ആക്ച്വലി ഹി ഡോണ്ട് വാണ്ട് ടു സ്റ്റാർട്ട് ബോത്ത് ഇൻ ദ മിഡ്ഫീൽഡ്. സോ അതുകൊണ്ട് എപ്പോഴൊക്കെ ഡിബ്രൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫോർഡനെ വിങ്ങിലോട്ട് വലിക്കുന്നുണ്ട്. ഫോർഡൻ വിങ്ങിലോട്ട് വലിക്കുമ്പോഴൊക്കെ ഈ സീസണിൽ പെർഫോമൻസ് അത്ര ബെറ്റർ ആയിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു ലൈനപ്പ് തന്നെ നമുക്കൊരു വലിയൊരു ഡിസൈഡിങ് ഫാക്ടർ ആയിരുന്നു UCLനെ സംബന്ധിച്ച്. ഇപ്പം അതേപോലെ സ്റ്റോൺസിന്റെ ഇഞ്ചുറി ഒരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു. പിന്നെ അതുപോലെ നമുക്ക് മിഡ്ഫീൽഡ് നോക്കി കഴിഞ്ഞാൽ ഗുണ്ടോഗന്റെ മിസ്. സോ ആ ഗുണ്ടോഗന്റെ റോള് ഇപ്പം മേ ബി അങ്ങനെ ഒരു പ്ലെയർ നമുക്ക് ഇല്ല. സോ അതുപോലെ ആ ഒരു റോൾ ഇല്ലാത്തത്, അങ്ങനെ ഒരുപാട് നമ്മൾ ലാസ്റ്റ് സീസൺ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഡ്രോബാക്സ് നമുക്ക് ഈ സീസണിൽ വന്നിട്ടുണ്ട്. സോ പക്ഷെ ഇനിയിപ്പം തന്നെ നമ്മൾ ഒരു അഡ്വാൻറ്റേജ് ആണ് EPL ഇപ്പം നമ്മൾ പോയിന്റ് ടോപ്പ് ആണ്. സോ ഇനിയുള്ള കോൺസെൻട്രേഷൻ മൊത്തം ഈ ഒരു FA കപ്പ് ആൻഡ് EPL കോൺസെൻട്രേറ്റ് ചെയ്ത് മേ ബി ആ 2 ട്രോഫിയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിൽ ജയിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതെ. ഇപ്പോൾ 1-2 കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് എസ്പെഷ്യലി ലീഗിൽ ഒരു ക്ലിയർ ചാൻസ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് കുറച്ച് ടഫ് ഗെയിം ഉണ്ട്. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ ലിവർപൂളിൻ്റെ ഫോം താഴോട്ട് പോയി. ആർസണൽ കഴിഞ്ഞ മത്സരത്തിൽ തോക്കുന്ന സിറ്റുവേഷൻ വന്നു. അപ്പോൾ എല്ലാവരുടെ മുകളിലും പ്രഷറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ EPL എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഗെയിംസ് ആണ് നിങ്ങൾക്കുള്ളത്. പക്ഷെ ഞാൻ ബെറ്റർ എന്ന് പറയുന്നില്ല. ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഈ മത്സരം ഇല്ലാത്ത സ്ഥിതിക്ക് ലീഗിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇനി വരാൻ പോകുന്ന എല്ലാ മത്സരങ്ങളും ജയിക്കുക എന്നുള്ള രീതിയിൽ ഇറങ്ങും തോന്നുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഇനിയിപ്പോ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സാറ്റർഡേയുടെ FA കപ്പ് ഗെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സീസൺ എൻഡ് വരെ ലീഗ് ഗെയിംസ് മാത്രമേ ഉള്ളൂ. പിന്നെ FA കപ്പ് ക്വാളിഫൈ ഫൈനലോട്ട് എത്തുകയാണെങ്കിൽ തന്നെ അത് വരുന്നത് സീസൺ കഴിഞ്ഞിട്ടായിരിക്കും. സോ ലാസ്റ്റ് ഗെയിം പ്രീമിയർ ലീഗ് കഴിഞ്ഞിട്ടായിരിക്കും FA കപ്പ് ഫൈനൽ വരുന്നത്. സോ ഈ ഒരു സാറ്റർഡേ ഗെയിം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ഗെയിംസ് ഒക്കെ പ്രീമിയർ ലീഗ് ആണ്. സോ അതുകൊണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് ആ ഒരു എന്താ പറയുക ശ്രദ്ധ മൊത്തം പ്രീമിയർ ലീഗിലോട്ട് നോക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പം ബ്രോ പറഞ്ഞ പോലെ തന്നെ കമ്പാരിറ്റീവ്ലി ഈസിയർ ഫിക്സ്ചേഴ്സ് നമ്മളുടേതാണ്. അതൊരു സത്യമാണ്. ആർസണലിന്റെ ആണെങ്കിലും ലിവർപൂളിന്റെ ആണെങ്കിലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഈസിയർ ഫിക്സ്ചേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ഫോം വെച്ച് നോക്കുമ്പോഴും ലിവർപൂളിനും ആർസണലും കുറച്ചൊരു ഡിപ്പായിട്ട് തോന്നുന്നുണ്ട്. സോ ആർസണൽ ഇപ്പം കഴിഞ്ഞ കളി തോറ്റു. അതേപോലെ UCL അവർ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി. ലിവർപൂളും സിമിലർ ആയിട്ട് യൂറോപ്പിൽ സെറ്റ് ബാക്ക് ഉണ്ടായി. സോ മൊത്തത്തിൽ നമുക്ക് പ്രീമിയർ ലീഗ് വെച്ച്, പിന്നെ അത് മാത്രമല്ല നമ്മൾക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ സിറ്റിയേക്കാളും ബെസ്റ്റ് ടീം ഇല്ല ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ അങ്ങനത്തെ ഒക്കെ വെച്ച് നോക്കുമ്പം നമ്മളൊരു ഇപ്പോൾ ഒരു മേ ബി സ്ലൈറ്റ്ലി ക്ലിയർ ഫേവറേറ്റ്സ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ബട്ട് സ്റ്റിൽ മേ ബി ഒരു വൺ ഓഫ് ഗെയിം ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയില്ല ഇനിയിപ്പം എങ്ങനെയും ഇപ്പം ലിവർപൂളോ ആർസണലൊക്കെ ആർസണലൊക്കെ ഇനി മാച്ചസ് ജയിച്ചു പോകും. പിന്നെ നമ്മളൊരു വൺ ഓഫ് ഗെയിമിൽ തോറ്റു പോയി കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റില്ല. സോ പിന്നെയും നമ്മൾ തേർഡ് പൊസിഷനിലോട്ട് വരാം. സോ ഈവൻ തോ അങ്ങനെയാണെങ്കിലും ഞാനൊരു പ്രീമിയർ ലീഗ് ചാൻസ് കാണുന്നു. സോ ആ ഒരു ഫോർത്ത് കണ്ടിന്യൂസ് ലീഗ് ആ ഒരു റെക്കോർഡ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആയിരിക്കും. അതെ. അപ്പോൾ വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ 2-3 റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ പക്കറ്റേനെ വാങ്ങാൻ പോകുന്നു, 100 മില്യൺ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? അങ്ങനെ മിഡ്ഫീൽഡിലേക്ക് പുള്ളീനെ കൊണ്ടുവരാനുള്ള വല്ല ചാൻസ് ഉണ്ടോ? പെക്കറ്റ് എനിക്ക് തോന്നുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം പെക്കറ്റ് ഈസ് എ ഡൺ ഡീൽ. സോ കഴിഞ്ഞ സീസണിലാണെങ്കിലും നമ്മൾക്ക് ഒരുപാട് ഗാർഡിയോള സിറ്റിയും ആഗ്രഹിച്ച ഒരു പ്ലെയർ ആണ്. സോ ഈ ഒരു സീസണിലോട്ട് വരുമ്പം ഇറ്റ്സ് കൈൻഡ് ഓഫ് ആൾമോസ്റ്റ് ഡൺ ഡീലായിട്ട് എനിക്ക് തോന്നുന്നത്. സോ പെക്വറ്റയ്ക്ക് പുറമേ മേ ബി ഇനി അത് മിഡ്ഫീൽഡ് ഓപ്ഷൻ മാത്രം ഉണ്ടോ എന്ന് മാത്രമാണ് എനിക്ക് ഇനി ഇതുള്ളൂ. കാരണം ഇപ്പം വേർഡ്സും മുസിയാലയാണ് ഇപ്പോൾ ഒരുപാട് ലിങ്ക് ആയിട്ട് കാണുന്നത്. സോ മുസിയാലയൊക്കെ എന്താവും അറിയില്ല. സോ ഈവൻ ബയോൺ UCL അടിക്കുന്നു. UCL മേ ബി ആ ഒരു UCL ഒക്കെ അടിക്കുകയാണെങ്കിൽ മുസിയാല ഇനി കണ്ടിന്യൂ ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു പെക്വറ്റ ഡീലിന് പുറമേ എനിക്ക് വേറെ ഒരു ക്ലിയർ ആയിട്ടൊരു പ്ലെയറെ ഇതുവരെ തോന്നുന്നില്ല. സോ കിമ്മിച്ച്, മുസിയാല, വേർഡ്സ് ഇതിൽ ഏതെങ്കിലും കിമ്മിച്ചിനെ കിട്ടണം എന്ന് എനിക്ക് പേഴ്സണലി ഒരുപാട് ആഗ്രഹിക്കുന്ന കിമ്മിച്ചാണ്. ഈവൻ 29 ഇയേഴ്സ് ആണെങ്കിലും ഈ ഒരു ടീമിന് കളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പ്ലെയർ ആണ് കിമ്മിച്ച്. സോ എനിക്ക് തോന്നുന്നു എനിക്ക് പണ്ട് മെസ്സി സിറ്റി കളിക്കണം എന്ന് കുറെ ആഗ്രഹിച്ചിരുന്നു. അതിനുശേഷം ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിമ്മിച്ചാണ്. സോ അത് ഉണ്ടാവുമെന്ന് അറിയില്ല. മേ ബി ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇപ്പോൾ പെപ്പിന്റെ കോൺട്രാക്ട് 2025 എക്സ്പയർ ആകാൻ പോവാണ്. പുള്ളി റിന്യൂ ചെയ്യുന്നതിന്റെ ന്യൂസ് ഒന്നും ഇതുവരെ കേൾക്കുന്നില്ല. പക്ഷേ സിറ്റി എന്തായാലും ട്രൈ ചെയ്യും, പുള്ളിയെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഒരു സീസൺ കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ പുള്ളി എക്സ്റ്റെൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കോച്ചിന്റെ അടുത്ത് പോവോ? വല്ല ന്യൂസ് ഉണ്ടോ അതിനെ പറ്റിയിട്ട്?
ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഗവാർഡിയോള എക്സ്റ്റെൻഡ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അതിന് കൂടുതൽ ഒരുപാട് കണ്ടീഷൻസ് ഐ മീൻ ചാൻസസ് കൂടുതൽ ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ മെയിൻ കാരണം നമുക്ക് 2025 ഒരു ക്ലബ് വേൾഡ് കപ്പ് വരുന്നുണ്ട്. ആ ഒരു ജൂൺ ജൂലൈ പീരീഡ്. സോ ഹിസ് കോൺട്രാക്ട് ഈസ് എൻഡിങ് ഓൺ മെയ്. സോ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു പുതിയ കോച്ചിന് വന്ന ആ ഒരു ആ ഒരു ടൂർണമെന്റ് നമ്മളൊരു ഈസി ആക്കി എടുക്കും തോന്നുന്നില്ല. അതൊരു മെയിൻ കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ ആ ഒരു ടൂർണമെന്റ് ഉള്ളതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു അനദർ ഇയർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഒന്ന് പറഞ്ഞാല് ഗവാർഡിയോള മേ ബി ഒരു സീസണും കൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ 10 ഇയേഴ്സ് അറ്റ് സിറ്റി അങ്ങനെ ഒരു മേ ബി ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് രണ്ട് മെയിൻ കാര്യം. പിന്നെ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഗവാർഡിയോളയ്ക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. സോ ഹീ സ്റ്റിൽ ഓൺലി 53 or 54 വളരെ യങ് ആയിട്ടുള്ള ഒരു മാനേജറാണ്. ഒരുപാട് കരിയർ ബാക്കിയിട്ട്. സോ ഇനി ഒരു നെക്സ്റ്റ് ഒരു മേ ബി 5 or 6, 7 or 8 or 10 ഈവൻ 10 ഇയേഴ്സ് വരേക്കും സിറ്റിയിൽ നിൽക്കുന്നാലും കുഴപ്പമില്ല. സോ കാരണം സിറ്റിയിൽ പെപ്പിന് വേണ്ട റിസോഴ്സസ് ഉണ്ട്. ഈവൻ അക്കാദമി ഈസ് ഗെറ്റിംഗ് ബെറ്റർ. സോ സിറ്റിയിൽ അക്കാദമിയിൽ നിന്നും പ്ലേയേഴ്സിനെ കിട്ടും. സോ അങ്ങനെ ഒരുപാട് സോഴ്സസ് ഉണ്ട്. മാനേജ്മെന്റും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ദർ ഇസ് നോ ബെറ്റർ പ്ലേസ് ഫോർ പെപ്പ് ദാൻ സിറ്റി. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നുന്നില്ല ഒരു പെപ്പ് സ്പെഷ്യലി സിറ്റി മാനേജ്മെന്റ് സിറ്റി ഐ മീൻ പെപ്പിനെ വിടും. കാരണം ദർ ഇസ് നോ മാനേജർ ബെറ്റർ ദാൻ പെപ്പ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം. സോ അതുകൊണ്ട് തന്നെ സിറ്റി പെപ്പിനെ വിടുമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അറ്റ്ലീസ്റ്റ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഓക്കെ ബ്രോ. അപ്പൊ ഏതായാലും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. നല്ലൊരു മത്സരം വീക്കെൻഡിൽ FA കപ്പിൽ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ബ്രോ ജോയിൻ ചെയ്തതിൽ. താങ്ക് യു. ഓക്കെ ബൈ ബൈ. ടേക്ക് കെയർ.